Which of the following treatment are recommended for a pregnant woman suffering from sickle cell disease? Folic acid ആണോ, അസാത്തയോപ്രൈൻ ആണോ, പെൻസിലിൻ prophylaxis ആണോ, ത്രോംബോപ്രോഫൈലാക്സിസ് വിത്ത് ലോ മോളിക്കുലർ വെയിറ്റ് ഹെപ്പാരിൻ ആണോ? ആൻസർ: ഫോളിക് ആസിഡ് കൊടുക്കാം, 1 milligram ഡെയിലി കൊടുക്കാം. പെൻസിലിൻ പ്രോഫൈലാക്സിസ് കൊടുക്കാം. ത്രോംബോ പ്രോഫൈലാക്സിസ് കൊടുക്കാം വിത്ത് ലോ മോളിക്കുലർ വെയിറ്റ് ഹെപ്പാരിൻ. സിക്കിൾ സെൽ ഡിസീസ് ഇൻ പ്രഗ്നൻസി ഫോളിക് ആസിഡ് നമുക്ക് കൊടുക്കാം. അസാത്തയോപ്രൈന് കൊടുക്കാൻ പറ്റില്ല, റെക്കമെൻഡ് ചെയ്യുന്നില്ല. സിക്കിൾ സെൽ ഡിസീസിൽ ഇമ്മ്യൂണോസപ്രസൻസ് യൂസ്ഡ് ഇൻ ഓട്ടോ ഇമ്മ്യൂൺ കണ്ടീഷൻസ്, ട്രാൻസ്പ്ലാന്റ് നോട്ട്. സിക്കിൾ സെൽ ഡിസീസിൽ അസാത്തയോപ്രൈൻ കൊടുക്കാൻ പറ്റില്ല. പെൻസിലിൻ പ്രോഫൈലാക്സിസ് കൊടുക്കാം ടു പ്രിവെൻറ്റ് ന്യൂമോകോക്കൽ ഇൻഫെക്ഷൻസ് അവോയ്ഡ് ചെയ്യാൻ വേണ്ടി, എസ്പെഷ്യലി ഇഫ് സ്പ്ലിനെക്ടമൈസ്ഡ് ഒരു ഹൈ റിസ്ക് ഇൻഫെക്ഷൻ. ഇങ്ങനെയുള്ളവർക്കൊക്കെ പെൻസിലിൻ പ്രോഫൈലാക്സിസ് ആയിട്ട് നമുക്ക് ടു പ്രിവെൻറ്റ് ന്യൂമോകോക്കൽ ഇൻഫെക്ഷന്, അതുപോലെ തന്നെ എസ്പെഷ്യലി യൂസ്ഫുൾ ഈ സ്പ്ലീനൊക്കെ റിമൂവ് ചെയ്ത പേഷ്യൻസ്, അതുപോലെ ന്യൂമോകോക്കൽ ഇൻഫെക്ഷൻ തടയാൻ വേണ്ടി. ത്രോംബോ പ്രോഫൈലാക്സിസ് വിത്ത് ലോ മോളിക്കുലർ വെയിറ്റ് ഹെപ്പാരിൻ തീർച്ചയായിട്ടും കറക്റ്റാണ്. പ്രഗ്നൻസി ഹൈപ്പർ കോയാഗുലാണ് പ്രഗ്നൻസി സ്റ്റേറ്റ്. സിക്കിൾസ് ഇൻക്രീസസ് ദ ത്രോംബോട്ടിക് സ്റ്റേറ്റ്. ഫോളിക് ആസിഡ് കൊടുക്കാം 4 to 5 milligram per day. സൈറ്റോടോക്സിക് ഡ്രഗ്സ് കൊടുക്കില്ല. ഹൈഡ്രോക്സി യൂറിയ, അസാത്തയോപ്രൈൻ. പെൻസിലിൻ പ്രോഫൈലാക്സിസ് കൊടുക്കാം സ്പ്ലെനെക്ടമി പേഷ്യൻസിൽ, ഇല്ലെങ്കിൽ ഹൈ റിസ്ക് ഇൻഫെക്ഷനിൽ. റൊട്ടീൻ അയൺ സപ്ലിമെൻറ്റ്സ് കൊടുക്കാം. റിസ്ക് ഓഫ് അയൺ ഓവർലോഡ് ഉണ്ടാകാം ഫ്രം ട്രാൻസ്ഫ്യൂഷൻസ്. അവോയ്ഡ് സൈറ്റോടോക്സിക് ഡ്രഗ്സ്, അയൺ റിസ്ക് ഓഫ് അയൺ. അപ്പം അയൺ സപ്ലിമെൻറ്റ്സും അവോയ്ഡ് ചെയ്യണമെന്നാണ് പറയുന്നത്. പെൻസിലിൻ പ്രോഫൈലാക്സിസ് നമ്മൾ പറഞ്ഞു, സ്പ്ലെനെക്ടമിയിലോ ഹൈ റിസ്ക് ഇൻഫെക്ഷനിലോ കൊടുക്കാം. അയൺ സപ്ലിമെൻറ്റ്സ് കൊടുത്തുകൂടാ. റൊട്ടീൻ ഓഫ് അയൺ സപ്ലിമെൻറ്റ്സ് ബിക്കോസ് അയൺ ഓവർലോഡ് ഫ്രം ട്രാൻസ്ഫ്യൂഷൻസ് given iron only if deficiency proven. Vaccination, pneumococcal, meningococcal, Haemophilus influenza, NSAID in late pregnancy, avoid and Vedana Samphari in late pregnancy, ductus arteriosus closure risk. Thromboprophylaxis in admission in mobility, unnecessary blood transfusion avoid used only if severe anemia complication. Hydration, oxygen delivery during crisis. Analgesic, safe analgesic, paracetamol, opioid ഉണ്ടെങ്കിൽ കൊടുക്കാം. Blood transfusion single exchange ഇപ്പോൾ less than 7 milligram per deciliter കോംപ്ലിക്കേഷൻ ആണ്. ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ കൊടുക്കാം. ക്ലോസർ ആൻറ്റിനേറ്റൽ ഫീറ്റൽ മോണിറ്ററിങ് ചെയ്യണം. IUGRO, പ്രീ എക്ലാംപ്സിയ, ഹൈപ്പോക്സിയ. സോ പോസ്റ്റ് ആൻറ്റിനേറ്റൽ ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ, സേഫ് അനാലിസിസ് കൊടുക്കാം. ഹൈഡ്രജൻ ഓക്സിജൻ അവോയ്ഡ് ചെയ്യേണ്ടത് അസാത്തയോപ്രൈന്, ഹൈഡ്രോക്സി യൂറിയ ഇതൊക്കെ അവോയ്ഡ് ചെയ്യണം. റൊട്ടീൻ അയൺ സപ്ലിമെൻറ്റ്സ് അവോയ്ഡ് ചെയ്യണം. NSAID ഇൻ ലേറ്റ് പ്രഗ്നൻസീസ് അവോയ്ഡ് ചെയ്യുന്നത് നല്ലത്. കാരണം ഡക്ടസ് ആർട്ടീരിയോസിസ് ക്ലോഷർ റിസ്ക് ഉണ്ടാകാൻ, അതുകൊണ്ട് NSAID ലേറ്റ് പ്രഗ്നൻസിയിൽ കൊടുക്കാതിരിക്കുന്നത് നല്ലത്. അൺനെസസറി ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ എന്തെങ്കിലും സിവിയർ കോംപ്ലിക്കേഷൻ ഉണ്ടെങ്കിൽ കൊടുത്താൽ മതി.